ഇനി നമ്മൾ മോഷൻ അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, മോഷൻ അണ്ടർ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉള്ള ചലനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിതിൻ തോമസ്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂഗുരുത്വാകർഷണ ബലം കേട്ടാ. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഭൂമിയുടെ ആകർഷണ ബലം. അപ്പം ഭൂമിയുടെ ആകർഷണം ബലം കൊണ്ടുണ്ടാകുന്ന ചലനങ്ങളെ ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഷൻ അണ്ടർ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ചലനം. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ കേസ് ഓഫ് മോഷൻ അണ്ടർ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഓഫ് ജി where the value of g is taken as 9.8 meters per second square. For a free fall under gravity, the following expressions are to be noted. That is simply replacing g instead of a. g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു അല്ലെ ഭൂഗുരുത്വാകർഷണ ബലം നമ്മൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലേ. ആവറേജ് ശരാശരി ഒരു ആകർഷണ ബലം ഭൂമിയിൽ പിന്നെ ചെറിയ വ്യത്യാസമുണ്ട്. മധ്യപ്രദേശങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തും ധ്രുവങ്ങളിലുമായിട്ട് ധ്രുവങ്ങളിൽ അല്പം ഭൂമിയുടെ ആകർഷണ ബലം കുറവുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു ശരാശരി ആക്സലറേഷൻ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ, അതായത് താഴോട്ട് വീഴുന്ന വസ്തുക്കളുടെ ആക്സലറേഷൻ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു എല്ലായ്പ്പോഴും തുല്യമായിരിക്കുമെന്ന് കൺസിഡർ ചെയ്യുന്നു. ആ വാല്യൂവിനെ നമ്മൾ ജി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്രയാണ്? ജി സമം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ മുമ്പേ ആക്സലറേഷൻ എന്ന് പഠിച്ചല്ലോ, വേഗവ്യത്യാസത്തിൻ്റെ നിരക്ക്, വേഗത കൂടുന്നതിൻ്റെ നിരക്ക് അല്ലെങ്കിൽ വേഗത കുറയുന്നതിൻ്റെ നിരക്ക്. ആക്സലറേഷൻ ഓർ ഡീസിലറേഷൻ എ വി മൈനസ് യു ബൈ ടി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അതാണ് എ ആക്സലറേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്കും ആക്സലറേഷൻ ഉണ്ട്. ഭൂമിയിലെ ആകർഷണ ബലം കൊണ്ട് താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്കും ഒരു ആക്സലറേഷൻ ഉണ്ട്. അത് ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 9.8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു സെക്കൻഡ് സ്ക്വയറിൽ 9.8 മീറ്ററാണ് ആ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ എ എന്ന് എവിടെ ഉപയോഗിച്ചിരിക്കുന്നു അവിടെ ജി എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ജി. ഇറ്റ്സ് വാല്യൂ ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത പേജ് എടുക്കാം. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ എക്ക് പകരം ജി എന്നെടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുലയെല്ലാം നമ്മൾ ചെറിയ മാറ്റം വരുന്നു. അത് ഇതിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. എക്ക് പകരം ജി എടുക്കുന്നു. വി സമം യു പ്ലസ് എ ടി എന്നുള്ളിടത്ത് വി സമം യു പ്ലസ് ജി ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2GS. 3 ഇക്വേഷൻസ്. ആ ചലനം ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ
ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അപ്ലൈയിങ് ഫോർമുലാസ് ഈ 3 എണ്ണമാണ്. ഇല്ലെങ്കിൽ എ എന്ന് പറയുന്നിടത്ത് 9.8 എന്ന് ഗുണിച്ചാലും മതി. ഈ ഫോർമുലയൊന്നും നമ്മൾ ഓർത്തിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആക്സലറേഷൻ, താഴേക്ക് വീഴുന്ന വസ്തുവിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? അത് നമ്മൾ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും അത് 9.8 ആണ്. ഓക്കെ ആണോ? ഹലോ, അപ്പം താഴേക്ക് വീഴുന്ന വസ്തുക്കളുടെ ആക്സലറേഷൻ 9.8 ആണ്. ഇനി രണ്ടാമത്തെ കേസ്, ബട്ട് ദി മോഷൻ ടേക്സ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. The following corresponding equation should be noted. That is, put minus g instead of g when the body is projected upwards. ഇപ്പോൾ ഈ വസ്തു താഴെ നിന്ന് ഭൂഗുരുത്വാകർഷണത്തിന് എതിരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ റോക്കറ്റൊക്കെ പോകുന്ന പോലെ അല്ലേ, അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു കല്ലെടുത്ത് നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ, ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. മുകളിലേക്ക് എറിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന, അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെയാണ് മോഷനെങ്കിൽ, ചലനമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോർമുല ഇതാണ്. ജിയുടെ വാല്യൂ -g ആണ്. അതായത് വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അതായത് എക്ക് പകരം -g, v സമം u മൈനസ് gt, s is equal to ut മൈനസ് ഹാഫ് gt സ്ക്വയർ. ജിക്ക് മൈനസ് കൊടുക്കുമ്പോൾ ഇത് മൊത്തം മൈനസ് ആവും, അത്രയേ ഉള്ളൂ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം -2gs. അപ്പം നമ്മൾ ഈ മോഷൻ്റെ ചലനത്തിൻ്റെ സാഹചര്യം, സിറ്റുവേഷൻ ആദ്യം നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ സിറ്റുവേഷൻ, ഭൂമിയിലേക്ക് താഴേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ എക്ക് പകരം ജി കൊടുക്കണം. താഴെ നിന്ന് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എക്ക് പകരം, ആക്സിലറേഷന് പകരം -g കൊടുക്കണം. അതായത് -9.8 കൊടുക്കണം വാല്യൂ. ഓക്കെ. അപ്പം താഴേക്ക് പോകുന്നോ മുകളിലേക്ക് പോകുന്നോ വസ്തുക്കൾക്ക് നമുക്ക് ആക്സിലറേഷൻ എത്രയാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ തന്നിട്ടില്ലെങ്കിലും 9.8 എടുക്കുക. ഇനി അഥവാ ചില പ്രോബ്ലങ്ങളിൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് 9.8ന് പകരം ടേക്ക് g ഈസ് ഈക്വൽ ടു 10 എന്നൊക്കെ കൊടുക്കാറുണ്ട്. അത് ആ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തോളുക. ഇനി ഡിസ്റ്റൻസ് കവേർഡ് ഇൻ nth സെക്കൻഡ്. nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ n-ാമത്തെ സെക്കൻഡ്. ഒരു വസ്തു പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അതിനെ 2ാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം എത്ര, അങ്ങനെയൊക്കെ നമ്മൾക്ക് കാണേണ്ടി വന്നെങ്കിൽ അതിന് ഈ ഒരു സെക്കൻഡ്, അതായത് 2ാമത്തെ സെക്കൻഡിൽ, ആദ്യത്തെ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമല്ല 2ാമത്തെ സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്, ആ ദൂരമല്ല 3ാമത്തെ സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. കാരണം ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് അത് വേഗത കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു വസ്തു മുകളിൽ നിന്ന് ഇട്ടിട്ട് താഴേക്ക് പതിക്കാൻ 10 സെക്കൻഡ് എടുത്തെങ്കിൽ, വളരെ ഉയരത്തിൽ നിന്ന് എടുത്ത് 10 സെക്കൻഡ് വായുവിലൂടെ സഞ്ചരിച്ചെങ്കിൽ, ആദ്യത്തെ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമായിരിക്കില്ല അവസാനത്തെ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചത്. അപ്പോൾ 8ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമ്മളോട് കാണാൻ പറഞ്ഞു എങ്കിൽ നമ്മൾക്ക്, അതായത് nth സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണണമെങ്കിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്ന ഫോർമുലയാണ്. ഈ ലെറ്ററുകൾ എന്തൊക്കെ സൂചിപ്പിക്കുന്നു നോക്കി വെക്കുക. u is equal to initial velocity, t time of travel in seconds, a acceleration in meter per second square, s distance moved in meters. അത് അപ്ലൈയിങ് ഫോർമുല, അത് ഡിറൈവ് ചെയ്യുന്നതൊന്നും നമ്മൾ വിശദമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു an പ്ലസ് u മൈനസ് 1/2a. an ആക്സലേഷൻ ഇൻറ്റു n എത്രാമത്തെ സെക്കൻഡ്, n എന്ന് പറഞ്ഞാൽ nth സെക്കൻഡ് ആണല്ലോ, എത്രാമത്തെ 5ാമത്തെ സെക്കൻഡ് ആണെങ്കിൽ ഇൻറ്റു 5 പ്ലസ് u മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് 1/2 ഇൻറ്റു ആക്സലേഷൻ. ഇതാണ് ആ ഫോർമുല. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇൻ കേസ് ഓഫ് ഫാളിംഗ് ബോഡീസ് സബ്സ്റ്റിറ്റ്യൂട്ട് g ഇൻസ്റ്റെഡ് ഓഫ് a. ഹെൻസ് ഇൻ കേസ് ഓഫ് ഫാളിംഗ് ബോഡീസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ nth സെക്കൻഡ് ഈസ് gn പ്ലസ് u മൈനസ് 1/2g എന്നാവും. അതായത് താഴേക്ക് വീഴുന്ന വസ്തുക്കളാണെങ്കിൽ. ഇത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു വാഹനം മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലെടുത്ത് നേരെ എറിയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വസ്തുക്കളുടെ അതിന് ആക്സലറേഷനൊക്കെ വ്യത്യസ്തമായിരിക്കും വാഹനത്തിൻ്റെയോ ഒക്കെ.
ആക്സലറേഷൻ വ്യത്യാസം. അവിടെ നമ്മൾ എ എന്ന് പറയും. പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമോ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുവിൻ്റെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ജി സമൻ 9.8. താഴെ നിന്ന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്തുവിൻ്റെ ആക്സലറേഷൻ ജി ഈസ് ഈക്വൽ ടു മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ nth സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എ എൻ പ്ലസ് യു മൈനസ് 1/2 എ. ഇവിടെ ആക്സലറേഷൻ താഴേക്ക് വീഴുന്നതാണെങ്കിൽ എക്ക് പകരം ജി എന്ന് കൊടുക്കണം. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ എക്ക് പകരം മൈനസ് ജി എന്ന് കൊടുക്കണം. അത്രമാത്രം. ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ല? ഓ, അത് പറയുന്നു. സോറി 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 അപ്പോൾ നമ്മൾ ആ ആക്സലറേഷൻ അല്ലെങ്കിൽ nth സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം, 5ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ആക്സലറേഷൻ ഫ്രീ ഫാളിംഗ് ബോഡി ആണെങ്കിൽ എക്ക് പകരം ജി കൊടുക്കുക. എൻ എത്രാമത്തെ സെക്കൻഡ് ആണെന്നുള്ള ആ നമ്പർ, 5ാമത്തെ സെക്കൻഡ് 8ാമത്തെ സെക്കൻഡ് എത്രയാണെങ്കിൽ ആ നമ്പർ പ്ലസ് യു മൈനസ് 1/2 ജി എന്നാകണം. അപ്പോൾ മുമ്പത്തെ ഫോർമുലയിൽ നമ്മളിത് പഠിച്ചത്, സോറി അത് നമ്മുടെ വേറെ പേജാവുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പേ പറഞ്ഞ ആക്സലറേഷൻ, ഈ ആക്സലറേഷന് പകരം ഇവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ എക്ക് പകരം ജി കൊടുക്കുക. ഇനി റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ, തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും ഒരു തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. കേട്ടിട്ടില്ലേ ആ ലോ? അപ്പോൾ ആ ലോ പ്രകാരം ഒരു ഗണ്ണ്, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, ദ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓഫ് ദ ബുള്ളറ്റ് ഈസ് നോൺ ആസ് റീകോയിൽ ഓഫ് ഗൺ. അതായത് ഒരു വെടി വെച്ച് കഴിയുമ്പോൾ ബുള്ളറ്റ് ഒരു വശത്തേക്ക് പോകും, അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ തോക്ക് ബാക്ക്വേർഡ് പുഷ് ഉണ്ടാവും. അപ്പോൾ ആ തള്ളലിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. തള്ളിമറിച്ചില്ലേ, വെടിവെച്ചവർ തള്ളിമറിക്കുകയല്ലേ. വെടിവെച്ചവർ വെടിയെപ്പറ്റിയും തള്ളിമറിക്കും, പിന്നെ വെടി വെച്ചവർ തോക്ക് പുറകോട്ട് ആളിനെയും തള്ളിമറിക്കും. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വാഗൊണ്ടുള്ള തള്ളല്ല പറഞ്ഞു കേട്ടാ. അപ്പോൾ ആ തോക്ക് പുറകേക്ക്, ഈ വെടിക്കാരെല്ലാം തള്ളലുകാരല്ലേ, വെടിക്കാരെന്താ തള്ളുന്നത്? ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പോയപ്പോൾ ഒരു കടുവ മുമ്പിൽ വന്ന്, അന്നേരം ഞങ്ങൾ അങ്ങനെ മറ്റവനെ ആരെയും കണ്ടില്ല. ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ വന്നപ്പം ഒറ്റ വെടിക്ക് 3 കടുവ വീണെന്നൊക്കെ പറയും അല്ലേ. അതാണ് വെടിക്കാരുടെ ഒരു തള്ളൽ. പിന്നെ വേറെ തള്ളലെന്താ? ഗണ്ണിൻ്റെ പുറകോട്ടുള്ള തള്ളൽ. അപ്പോൾ ആ ഗണ്ണിൻ്റെ പുറകോട്ടിലുള്ള റീകോയിൽ, അതിനാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ഫോർമുല, അതിൻ്റെ റീകോയിൽ വെലോസിറ്റി എത്രയാണെന്ന് കാണാനുള്ള അതിൻ്റെ റിലേഷൻ സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. എം മാസ് ഓഫ് ദി ഗൺ, വി ക്യാപിറ്റൽ വി വെലോസിറ്റി ഓഫ് ദ ഗൺ വിത്ത് വിച്ച് ഇറ്റ് റീകോയിൽസ്. ആ ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ വി
ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി, പുറകോട്ട് തള്ളുന്ന അല്ലെങ്കിൽ പുറകോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഇനി സ്മോൾ ലെറ്റർ എം മാസ് ഓഫ് ദി ബുള്ളറ്റ്. സ്മോൾ ലെറ്റർ എം ബുള്ളറ്റിൻ്റെ മാസ്, അതിൻ്റെ ഭാരം. സ്മോൾ ലെറ്റർ വി ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ. വെടി പൊട്ടിക്കഴിയുമ്പം പിന്നെ ആ ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി. ഇത്രയാണ് അതിൻ്റെ അകത്തേക്ക് കൊടുത്തിരിക്കുന്ന ടേമുകൾ. മൊമെൻറ്റം ഓഫ് ദ ഗണ്ണ്, മാസ് ഇൻറ്റു വെലോസിറ്റി, അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും, പിന്നീട് പഠിക്കുന്നുണ്ട്. മൊമെൻറ്റം, അതായത് മൊമെൻറ്റം ഓഫ് ഗൺ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ്. മൊമെൻറ്റം ഓഫ് ഗണ്ണ്, അതായത് തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം എന്ന് പറയാം. അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റി, ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി, ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി, ഇത് ഗണ്ണിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി. അത് രണ്ട്. മൊമെൻറ്റം ഓഫ് ഗൺ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ്. അപ്പോൾ അതിൽ നിന്ന് വെലോസിറ്റി, റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഗൺ. ഇത് നേരെ തിരിച്ചാണ്. വി സമം എം വി മൈനസ് ക്യാപിറ്റൽ എം. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ദി ഗൺ വിത്ത് വിച്ച് ഇറ്റ് റീകോയിൽസ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം എന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഡിവൈഡ് ബൈ മാസ് ഓഫ് ഗൺ. അപ്പം മാസ് ഓഫ് ഗൺ, ഗണ്ണിൻ്റെ ഭാരം കൂടിയ ഇത് ഗണ്ണാണെങ്കിൽ റീകോയിൽ കുറയും, റീകോയിൽ വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ഇനി പ്രോബ്ലംസ് ആ ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മൾ കുറച്ച് പ്രോബ്ലംസും കൂടെ നോക്കാം. ഇന്ന് നോക്കിയേക്കാം അല്ലേ. A train running at a velocity of 20 meters per second. After applying the brake, train stop in 6 seconds. Calculate the distance covered after applying the brake. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വരുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ച ഫോർമുലകളും കൂടെ ഉൾപ്പെടുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രെയിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ. 20 മീറ്റർ പെർ സെക്കൻഡ്, ഇത് വെലോസിറ്റിയാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊക്കെ ആണെങ്കിൽ അത് ഐസൊലേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ഇൻ 6 സെക്കൻഡ്. 6 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ നിന്നു. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്ക്. അപ്പോൾ 6 സെക്കൻഡ് കൊണ്ട് നിന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഓടിയിട്ടാണ് നിന്നത് അല്ലേ. 6 സെക്കൻഡ് ഓടി. അപ്പോൾ എത്ര ദൂരം ആ ട്രെയിന് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യം തുടക്കത്തിലുള്ള വെലോസിറ്റി യു സമം 20. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉൾപ്പെടുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നിരിക്കുന്ന വാല്യൂസ് തെറ്റാതെ അത് ഏതൊക്കെയാണെന്ന് നോക്കി അവിടെ 1/1 ആയിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ അപ്ലൈയിങ് ഫോർമുല, ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ നോക്കുക. അതായത് ഈ 3 ഫോർമുലകളിൽ ഏത് വേണം അപ്ലൈ ചെയ്യാനെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്, കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്നറിയണം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ആ ഫോർമുലയിൽ ഉണ്ടാവണം, കണ്ടുപിടിക്കേണ്ട വാല്യൂ ആ ഫോർമുലയിൽ ഉണ്ടാവണം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല എടുത്താൽ നമ്മൾ വി സമം യു പ്ലസ് എ ടി എന്നുള്ള വി വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അവസാനത്തെ 3ാമത്തെ ഫോർമുല എടുത്തിട്ട് കാര്യമില്ല. അപ്പം ആ കണ്ടുപിടിക്കേണ്ട ടേം അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആ ഫോർമുലയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി, അതിനെ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? യു. ഫൈനൽ വെലോസിറ്റി ആണെങ്കിൽ വി. ഓക്കെ, അത് മാറിപ്പോകരുത്. യു 20 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡിൽ ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുന്നു. വി 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് നിന്നു. അപ്പോൾ അവിടെ എന്താണ് വെലോസിറ്റി? 0. ഫൈനൽ വെലോസിറ്റി, അതായത് നിന്നിരിക്കുന്ന വസ്തു, ആ ട്രെയിന് നിന്ന് കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ഇനി ടൈം ഓഫ് ട്രാവൽ ടി 6 സെക്കൻഡ്. എത്ര സെക്കൻഡ് സഞ്ചരിച്ചു? 6 സെക്കൻഡ് സഞ്ചരിച്ചു. അപ്പോൾ ടി 6 സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്സ്. എത്ര ദൂരം സഞ്ചരിച്ചു, ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എസ് ആണ്. എസ് എത്രയാണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ മൂവ്ഡ് ഇൻ മീറ്റേഴ്സ് ടു ഫൈൻഡ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ആക്സിലറേഷൻ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ കാരണം ഇവിടെ ആക്സിലറേഷൻ ഇല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് എസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. ഈ എസ് ഉള്ള രണ്ട് ഫോർമുലകളെ ഉള്ളത്, എസ് ഉള്ള രണ്ട് ഫോർമുല. അപ്പോൾ എസ് നമുക്ക് കണ്ടുപിടിക്കണം. വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as-ലും എ ഉണ്ട്, ആക്സിലറേഷനും വേണം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുലയിലും എസും എയും വേണം. അപ്പോൾ എ നമ്മൾ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി 0, യു 20 ടൈം 6. അപ്പോൾ മൈനസ് 0 മൈനസ് 20 മൈനസ് 20 ബൈ 6, അതായത് മൈനസ് 10/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി ആക്സിലറേഷൻ. ഇനി നമുക്ക് ഏതെങ്കിലും ഫോർമുല അപ്ലൈ ചെയ്യാം. എസ് ഉൾപ്പെടുന്ന ഒരു ഫോർമുല, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആദ്യം എസ് ഈസ് ഈക്വൽ ടു 20 യു. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യു അതവിടെ എഴുതി. 20 ഇൻറ്റു ടി, ടൈം ഓഫ് ട്രാവൽ 6 ആണ്. ടൈം ഓഫ് ട്രാവൽ 6 സെക്കൻഡ്. യു ടി 20 ഇൻറ്റു 6, ഇവിടെ വലുതാക്കാം അല്ലേ, 20 ഇൻറ്റു 6 പ്ലസ് ഹാഫ് അതുപോലെ എഴുതുക. ഹാഫ് എ ടി സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് 10/3. മൈനസ് ആയതുകൊണ്ട് നമ്മളത് ബ്രാക്കറ്റിലിട്ടു. എന്നിട്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പം നമ്മൾ മൈനസ് കൊണ്ട് വേണം ഗുണിക്കാൻ, അത് മാറിപ്പോകരുത്. മൈനസ് വാല്യൂ അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം തെറ്റിപ്പോകരുത്. മൈനസ് 10/3 ഏത് ആക്സിലറേഷൻ മൈനസ് 10/3. അത് ഹരിച്ചിട്ട് പിന്നെ 3.33 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ഇത് ഈ ഭിന്നസംഖ്യാ രൂപത്തിൽ തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ടി സ്ക്വയർ, ടി ടൈം 6. അപ്പോൾ ടി സ്ക്വയർ 6 ഇൻറ്റു 6, 6 ഇൻറ്റു 6, 20 ഇൻറ്റു 6, 120 മൈനസ് ഇത് 1/2 മൈനസ് ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഗുണിക്കണം. 120 മൈനസ് ഈ മൈനസ് ഇതിനെ 1/2 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായി? ഈ തുടക്കത്തിൽ ഇത് മൈനസായി. 20 ഇൻറ്റു 6 120 മൈനസ് ഈ മൈനസ് കൊണ്ട് 1/2നെ ഗുണിച്ച് കഴിയുമ്പോൾ മൈനസ് 120 മൈനസായി. അപ്പം ഇവിടെ മൈനസ് ചിഹ്നം ഇട്ടു. 10 ഇൻറ്റു 6 ഇൻറ്റു 6 ബൈ 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3, ഇവിടെ 6. ഓക്കെ, ഇതെല്ലാം ഗുണനമാണല്ലോ. 2നെ 3 കൊണ്ട് ഗുണിക്കുക. ഇത് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് 1/2 കൊണ്ട് ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ ആണ് കേട്ടോ. ഇവിടെ മൈനസ് ചെയ്യുക. 1/2 നിന്ന് 10/3 മൈനസ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ പറയുക. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ 1/2 ഇൻറ്റു മൈനസ് 10/3 ഇൻറ്റു 6 ഇൻറ്റു 6. അപ്പോൾ മുകളിലുള്ളതെല്ലാം കൂടെ ഗുണിക്കുക, താഴെയുള്ളതെല്ലാം കൂടെ ഗുണിക്കുക. ഇത് പോസിറ്റീവ് ഇൻറ്റു മൈനസ്. അപ്പം ഇവിടെ വാല്യൂ ഇവിടെ മൈനസ് ചിഹ്നം ഇട്ടു. 10 ഇൻറ്റു 6 ഇൻറ്റു 6 ബൈ 2 ഇൻറ്റു 3 6. അപ്പോൾ 120 ഇത് ക്രിയേറ്റ് ചെയ്താൽ 60 എന്ന് കിട്ടും. 10 ഇൻറ്റു ഈ 6 ക്യാൻസൽ ചെയ്ത് 10 ഇൻറ്റു 6 60. അപ്പോൾ 60 മീറ്റേഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്സ് 60 മീറ്റേഴ്സ്. അതാണ് എസ് ഈസ് ഈക്വൽ ടു 60 മീറ്റേഴ്സ് ആണ് എൻ്റെ ആൻസർ. രണ്ടാമത് മറ്റൊരു ചോദ്യം.
A force of 20 newtons is applied on a body of mass 10 kg. Find the acceleration. Also find velocity and distance traveled after 1 minute. ഒരു ഫോഴ്സ് 20 ന്യൂട്ടൺ 10 കിലോഗ്രാം മാസിൻ്റെ ഉള്ള ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്നു. ആക്സിലറേഷൻ എത്രയാണെന്ന് കാണണം. ഓൾസോ ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ 1 മിനിറ്റ്. ഒരു മിനിറ്റ് സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയും എത്ര ദൂരം സഞ്ചരിച്ചു, ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നും കണ്ടുപിടിക്കണം. അപ്പോൾ യു ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, അത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്, അത് 0 ആണ്. ഫൈനൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അത് കണ്ടുപിടിക്കണം, എത്രയാണെന്ന് കണ്ട്. എസ് ഡിസ്റ്റൻസ് മൂവ്ഡ് അത് കണ്ടുപിടിക്കണം. ടി ടൈം ഓഫ് ട്രാവൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ്. ഒരു മിനിറ്റിന് ശേഷം എത്ര വെലോസിറ്റി ആണെന്നും എത്ര ദൂരം സഞ്ചരിച്ചു എന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് 20 ന്യൂട്ടൺസ് ആണ് അപ്ലൈഡ് ഫോഴ്സ്. എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺസ് ഇസ് അപ്ലൈഡ്. 20 ന്യൂട്ടൺസ്. മാസ് 10 kg. വസ്തുവിൻ്റെ ഭാരം 10 kg. ആക്സിലറേഷൻ സമം ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് സമം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ സമം ഫോഴ്സ് ബൈ മാസ് 20/10 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ മുമ്പേ പഠിച്ചാണ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ എ സമം ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ 20/10 ഈസ് ഈക്വൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്ലൈയിങ് ഫോർമുല ഇനീഷ്യൽ വെലോസിറ്റി കാണാൻ വി കാണണം അല്ലേ. അതിൻ്റെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് അത് കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സിലറേഷൻ കാണാൻ നമ്മളോട് ആക്സിലറേഷൻ കണ്ടു. ഇനി ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. വി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ 2, ടൈം ഓഫ് ട്രാവൽ 60 സെക്കൻഡ്. അപ്പം വി ഇസ് ഈക്വൽ ടു 0 + 2 × 120. ഫൈനൽ വെലോസിറ്റി 120 മീറ്റർ പെർ സെക്കൻഡ്. അത് മറ്റൊരു ആൻസറാണ്. ഇനി കാണേണ്ട ഡിസ്റ്റൻസ് മൂവ്ഡ് കാണണം. ഡിസ്റ്റൻസ് മൂവ്ഡ് കാണണമെങ്കിൽ എസ് ഉള്ള ഫോർമുല എടുക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഉള്ള ഫോർമുല എടുക്കുക. എസ് ഈസ് ഈക്വൽ ടു ut + ½ at². യു ഇനീഷ്യൽ വെലോസിറ്റി 0, ടി 60, ഹാഫ് അങ്ങനെ എഴുതി. എ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടി² 60². എല്ലാം തന്നിട്ടുണ്ട്. 0 × 60 0 ആയി, അത് തീർന്നു. ഇപ്പോൾ ഈ രണ്ടും വെട്ടി 60², 6 6 30. ഈ രണ്ടും വെട്ടി ചെയ്ത് ക്യാൻസലായി. 60 × 60 60², 6 6 36 2 0 3600 മീറ്റേഴ്സ്. അതായത് ആ 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ടൈം ഓഫ് 60 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് 3.6 കിലോമീറ്റേഴ്സ്. 3600 മീറ്റേഴ്സ് അല്ലെങ്കിൽ 3.6 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട വസ്തുക്കൾ: ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഫൈനൽ വെലോസിറ്റി 120 മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് 3.6 കിലോമീറ്റർ. അപ്പം ഇവിടെ 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് ഒരു 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൽ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ അതിനുണ്ടായ ആക്സിലറേഷൻ, ഫൈനൽ വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒക്കെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ടുപിടിച്ച വാല്യൂകളെല്ലാം ഒരുമിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണുന്ന ഫോർമുല വരില്ല എങ്കിലും നിങ്ങൾക്ക് ഓരോന്ന് കാണാനുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ വരാറ്. എങ്കിലും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സമയം 10:43 അല്ലേ. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. The initial velocity of body is 30 meters per second and acceleration is 0.1 meters per second square. How long the body will take to cover a distance of 1000 meters? Initial velocity 30 meter per second ആണ്. 30 meter per second, അതായത് u 30 meter second. Acceleration a സമം 0.1 meter per second square. How long the body will take to cover a distance of 1000 meters? 1000 മീറ്റർ സഞ്ചരിക്കാൻ എത്ര, how long the body will take to cover, എത്ര സമയമെടുക്കും? അപ്പോൾ എന്താണ് കാണേണ്ടത്? ടി ആണ് കാണേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ്
let u initial velocity of body 30 meter per second second, acceleration 0.1 meter per second square, s distance moved 1000 meters, v final velocity എന്താണെന്ന് കണ്ടുപിടിക്കണം, t time of അതെല്ലാം അറിയില്ല, ഫൈനൽ വെലോസിറ്റി അറിയില്ല, t time of travel in second, ടൈം ഓഫ് ട്രാവൽ എത്ര സമയം എടുക്കും അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കണം. അപ്ലൈയിങ് ഫോർമുല ഏതാണ്? നമുക്ക് കണ്ടാണ് v കാണാം, ഫൈനൽ വെലോസിറ്റി v സ്ക്വയർ സമം u സ്ക്വയർ പ്ലസ് 2as അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? v സ്ക്വയർ സമം u സ്ക്വയർ, u എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി, u 30 കണ്ട് u സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു എസ്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, s ഉണ്ട്. അപ്പോൾ v സ്ക്വയർ നമുക്കതിൽ നിന്ന് കിട്ടും, v സ്ക്വയർ സമം u സ്ക്വയർ പ്ലസ് 2as. v സ്ക്വയർ സമം 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.1, a 0.1 ആണ്, s 1000 ആണ്. അപ്പോൾ 900 ചെയ്ത് കഴിഞ്ഞാൽ 900 പ്ലസ് 200 1100 എന്താണ്? v സ്ക്വയർ 1100. v സമം റൂട്ട് 1100 സമം 33.16 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ ടൈം ഓഫ് ട്രാവൽ t സമം a സമം v മൈനസ് യു ബൈ ടി എന്നുണ്ട്. a സമം v മൈനസ് യു ബൈ ടി, അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t കിട്ടും. t സമം v മൈനസ് യു ബൈ എ. തന്നിരിക്കുന്ന ഫോർമുല എല്ലാം നമുക്കൊന്ന് അടുത്തടുത്ത് എഴുതി വെച്ചിട്ടൊന്ന് പഠിക്കുക. ആക്സിലേഷൻ സമം വിയും യുവും ആക്സിലേഷനും നമുക്കറിയാം. അപ്പം വിയും യുവും ആക്സിലേഷനും അറിയാമെങ്കിൽ നമുക്ക് ടി കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന വാല്യൂ വിയും യുവും ഇപ്പം നമ്മളെന്ത് കണ്ടുപിടിച്ചു? യു കണ്ടു, വി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? വിയും യുവും എ ആക്സിലറേഷനും അറിയാം. അപ്പോൾ ടി കണ്ടുപിടിക്കാം. 33.16 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ മൈനസ് 30 ബൈ 0.1, 33.16 ബൈ 0.1 സമം 31.6. അതിൻ്റെ ബാക്കി നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പം ടൈം ടേക്കണ് 31.6 സെക്കൻഡ്. ടൈം ടേക്കൺ ടു കവർ ദ ഡിസ്റ്റൻസ് 31.6 സെക്കൻഡ്. അപ്പോൾ അത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞു. ടൈം കണ്ടുപിടിച്ചു, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഫൈനൽ വെലോസിറ്റി 33.16, ടൈം ടേക്കൺ 31.6 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇന്നെടുത്ത ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയേക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ കാർ weighing 800 kg and traveling at 20 meters per second stops at a distance of 40 meters, decelerating uniformly. What is the force exerted on it by the brakes? രണ്ടാമത്, what is the work done by the brake? കാറ് 800 കിലോഗ്രാം ഉള്ള ഒരു കാറ് ട്രാവലിംഗ് അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. അത് സ്റ്റോപ്പ് ആകുന്നു. സ്റ്റോപ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 മീറ്റേഴ്സ്. 40 മീറ്റർ സഞ്ചരിച്ച് അത് നിൽക്കുന്നു. ഡീസലറേറ്റിംഗ് ആക്സലറേഷൻ അല്ല, വേഗത കുറയുന്നു. അതിന് ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പോൾ ഡീസലറേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു. അതായത് ഫൈനൽ വെലോസിറ്റി വി 0 ആകുന്നു. ഡിസ്റ്റൻസ് ട്രാവൽ 40 മീറ്റർ. എങ്കിൽ അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്ര? ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ബ്രേക്ക്. വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ ദ ബ്രേക്ക്? വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 40 മീറ്റർ ആ ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് വർക്ക് ഡൺ സമം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ആക്സലറേഷൻ കാണണം. മാസ് ഇവിടെ തന്നിട്ടുണ്ട് 800 kg. ആക്സലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ മീൻസ് ഡീസലറേഷൻ.
അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. തുടക്കത്തിൽ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡ്. കാർ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ആകുകയാണ്, കാറ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, അപ്പോൾ 0. ഫൈനൽ വെലോസിറ്റി 0. യെസ്, ഡിസ്റ്റൻസ് മൂവ്ഡ് 40 മീറ്റേഴ്സ്. 40 മീറ്റർ സഞ്ചരിച്ചിട്ടാണ് അത് നിൽക്കുന്നത്. ആക്സലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ടു ഫൈൻഡ്. ആക്സലറേഷനും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് വിയും യുവും ടി അറിയില്ല, അതെങ്കിൽ വി മൈനസ് യു ബൈ ടി എടുത്താൽ മതിയായിരുന്നു നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ടി അറിയില്ല, അതുകൊണ്ട് അപ്ലൈയിങ് ഫോർമുല വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2as. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2 ബി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതിയാലും സെയിം ഫോർമുല തന്നെ കേട്ടോ. അപ്പം വി സ്ക്വയർ 0 സ്ക്വയർ മൈനസ് യു സ്ക്വയർ 20 സ്ക്വയർ സമം 2 ഇൻറ്റു എ ഇൻറ്റു എസ്. 2 ഇൻറ്റു എ അറിയില്ല, എസ് 40 മൈനസ് 0 സ്ക്വയർ പോയി, മൈനസ് 400 സമം 80 എ. 40 ഇൻറ്റു 2 80 എ സമം 400 ബൈ മൈനസ് 400 ബൈ 80, അതായത് -5. ആക്സലറേഷൻ അല്ലെങ്കിൽ ആക്സലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് റിട്ടാർഡേഷനാണ്. അപ്പോൾ ആക്സലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് റിട്ടാർഡേഷൻ ആണെന്നും, റിട്ടാർഡേഷൻ എന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ആക്സലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷനിൽ മൈനസ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയും. വേഗത കുറഞ്ഞു വരുമ്പോഴാണ് മൈനസ് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു -5. അപ്പോൾ റിട്ടാർഡേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത്രയും ഓർത്താൽ മതി. അപ്പോൾ പിന്നെ റിട്ടാർഡേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ഫോഴ്സ് അപ്ലൈഡ് മാസ് ഇൻറ്റു റിട്ടാർഡേഷൻ 800 ഇൻറ്റു 5 4000 ന്യൂട്ടൺസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ റിട്ടാർഡേഷൻ -5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ -4000 ന്യൂട്ടൺ എന്ന് പറയും. അതായത് നെഗറ്റീവ് ഒരു ഫോഴ്സിന് എതിരെയുള്ള പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് എന്ന് വിചാരിച്ചാൽ മതി. അതായത് ഫോഴ്സ് മൈനസ് ആയതുകൊണ്ട് അത് ഇല്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇല്ലല്ലോ. അതായത് 4000 ന്യൂട്ടൺസ് നീങ്ങുന്നു. 800 കിലോഗ്രാമാണ് മാസ്. റിട്ടാർഡേഷൻ 5 ആണ്. 800 ഇൻറ്റു 5 4 കിലോ ന്യൂട്ടനാണ് അപ്ലൈഡ് ഫോഴ്സ്. ഇനി വർക്ക് ഡൺ, ആ ബ്രേക്ക് വർക്ക് ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഫോഴ്സ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ്. ഫോഴ്സ് 4000 ന്യൂട്ടൺ ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് 40 മീറ്റേഴ്സ്. ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് 40 മീറ്റർ സഞ്ചരിച്ചിട്ട് വാഹനം നിന്നു എന്നാണ് പറയുന്നത്. അപ്പം 10, 100, 1000, 10000, 1,60,000 ജൂൾസ്, അതായത് 160 കിലോ ജൂൾസ്. അതാണ് വർക്ക് ഡൺ. അപ്പോൾ ഫോഴ്സ് അപ്ലൈഡ് 4 കിലോ ന്യൂട്ടൺ, വർക്ക് ഡൺ 160 കിലോ ജൂൾസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഞാനൊരു 2 ചോദ്യം നമ്മൾ വാട്സാപ്പിൽ ഇടാം, നിങ്ങളത് ഇന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, ലെറ്റ് us stop. ഒരാളയച്ചാൽ മതി, അത് തന്നെ എല്ലാവരും ചെയ്യല്.